എല്ലാ കൂട്ടുകാർക്കും ജിജോസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫിലിപ്പീൻസ് പാൻസിറ്റ് ബിഹോൺ എന്ന് പറഞ്ഞൊരു ഫിലിപ്പീൻ ഡിഷാണ്. റൈസ് നൂഡിൽസ് ആണത്. അപ്പം നമുക്ക് പോയി നോക്കിയിട്ട് വരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ആദ്യമായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ച് ഇച്ചിരി എണ്ണ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ബോൺലെസ് ചിക്കനാണ്. അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തെടുക്കുമ്പം നമുക്ക് അതിനകത്ത് ആകെ ചേർക്കുന്നത് ഇച്ചിരി ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മാത്രം, അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കും. അപ്പോൾ അതൊന്ന് വറുത്ത് നമുക്ക് റെഡിയാക്കി വരാം. അതുപോലെ തന്നെ ഏത് മീറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാനത് പുറകാലെ കാണിക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തിട്ട് റെഡിയാക്കി വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പകുതിയൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറക്കാം നമുക്ക്. അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം സോട്ട് ചെയ്തിട്ട് വഴറ്റി, വെജിറ്റബിൾ എല്ലാം വഴറ്റി അടുത്ത മീറ്റും എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി എടുക്കാം. മറ്റേ മീറ്റ് കുക്ക് ചെയ്തായതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരു വലിയ സവോള ചെറുതായി നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളി, അതും വട്ടത്തിലോ നീളത്തിലോ അരിയാം. പിന്നെ എടുത്തു വെച്ചേക്കുന്നത് കുറച്ച് ലെറ്റൂസും ക്യാബേജുമാണ്. അത് നമുക്കിഷ്ടമുള്ളത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം 2 കളറ്, റെഡും ഗ്രീനും, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ നീളത്തിലരിഞ്ഞത്, അതുപോലെ നിങ്ങൾക്ക് ബീൻസ് വേണേൽ ചേർക്കാം, മറ്റ് വെജിറ്റബിൾസും ചേർക്കാം. അതുപോലെ ഞാൻ എടുത്തു വെച്ചേക്കുന്ന മീറ്റാണ് ചിക്കൻ വറുത്തത്, സോസേജ്, അതുപോലെ തന്നെ ഗാമൻ. അത് രണ്ടും സോസേജും ഗാമനും കുക്ക്ഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോക്ക് ക്യൂബാണ്. അത് സ്റ്റോക്ക് ക്യൂബ് നമ്മൾ ഒന്നുകിൽ സ്റ്റോക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്യൂബ് ഉപയോഗിച്ച് സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പുമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് വെജിറ്റബിൾ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിനകത്തോട്ട് എടുത്തു വച്ചേക്കുന്ന വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ട് അതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി ഉള്ളിയും മറ്റ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പക്ഷേങ്കിൽ ഓരോരുത്തരുടെ താല്പര്യം. നമ്മൾ ഫിലിപ്പീൻ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ അവരിതൊക്കെയാണ് ചേർക്കുന്നത്. ബീൻസ് ചേർക്കും അവർ. അതുപോലെ നമ്മുടെ പീസിൻ്റെ ബീൻസ്, അതായത് ഭാവ് ബീൻസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ചേർക്കും അവർ. ഇപ്പം ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ടു. അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇച്ചിരി ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഉള്ളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഞാൻ അടുത്ത ഐറ്റം ഇടുകയാണ്. നമുക്ക് അടുത്തത് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ് അത് ആദ്യം ഇടുന്നത്. അപ്പോൾ അതിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിലിപ്പീൻസിൻ്റെ ഒരു മെയിൻ ഡിഷാണ്. നമ്മൾ നാട്ടിൽ ബിരിയാണി ഉപയോഗിക്കുന്ന, കേരളക്കാർ ബിരിയാണി മെയിൻ ഡിഷായിട്ട് ഉപയോഗിക്കുന്ന പോലെയാണ് അവരുടെ മെയിൻ ഡിഷാണ് ഈ റൈസ് നൂഡിൽസ്. അത് എല്ലാ പാർട്ടിക്കും അവരുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ പാൻസിറ്റ്. അത് മലേഷ്യയിൽ പറയുന്ന പേരാണ് ബിഹോൺ എന്ന്. എല്ലാം സെയിം റൈസ് നൂഡിൽസിൻ്റെ പേരുകളാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇടുകയാണ്. രണ്ടും ഒരുമിച്ച് ഇടുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പുറകെ നമ്മുടെ സ്പ്രിംഗ് ഒനിയനും ഇടാം. ഒന്ന് വഴന്നോട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആ ഉള്ളി വഴലാൻ വേണ്ടി ഇട്ട ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഏകദേശം വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ടു. അപ്പോൾ ആ സ്പ്രിംഗ് ഒനിയനും കൂടെ ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരും. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. അതൊന്ന് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് വേണം. നമുക്ക് ആ ചവയ്ക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ആ നൂഡിൽസിൻ്റെ ഇടയ്ക്ക് അതിങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കാഴ്ചയ്ക്കും ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഇനി ഇടുന്നത് ലെറ്റൂസാണ്. ലെറ്റൂസും ക്യാബേജ് ഞാൻ ഇതിനകത്ത് വളരെ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. അതും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ക്യാബേജ് തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതെല്ലാം വഴന്നു വന്നു. ഇനി ഇപ്പം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന സ്റ്റോക്ക് ഒന്ന് റെഡിയാക്കാം. അത് ഞാൻ ഇച്ചിരി ചൂടോടെ ഒഴിച്ച് അതൊന്ന് സ്റ്റോക്ക് എടുത്തു. സ്റ്റോക്ക് റെഡിമെയ്ഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ച് സ്റ്റോക്ക് എടുത്തോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ സ്റ്റോക്ക് ക്യൂബ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്.
അതിനകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മീറ്റ് ഇടുകയാണ്. അത് ചിക്കൻ നമ്മൾ ഓൾറെഡി വറുത്തതാണ്. ഇത് കുക്ക്ഡ് മീറ്റ് ആണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തിട്ട് ഇടുകയാണ്. ഇത് പോർക്കാണ്. ഗാമൺ എന്ന് പറയുന്നത് പോർക്ക് തന്നെയാണ്. പ്രോസസ്ഡ് പോർക്കിനാണ് ഗാമൺ എന്ന് പറയുന്നത്. അത് ബോൺലെസ് മീറ്റാണ്. അതുപോലെ തന്നെ ഇത് ചിക്കൻ സോസേജ് ആണ്. അതും കുക്ക്ഡായിട്ട് വരുന്നതാണ്. നമ്മുടെ ഇതിന് വേണ്ടി ഹോട്ട് ഡോഗിന് വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് പ്രോൺസ് ചേർക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള മീറ്റുകൾ ചേർക്കാം. ഇതൊന്നും മീറ്റ് ഒന്നും ചേർത്തില്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം ഉപയോഗിച്ചും ചെയ്യാം. അതും ടേസ്റ്റിയാണ്. മീറ്റ് ഉപയോഗിക്കാത്തവർക്ക് നമുക്ക് വെജിറ്റബിൾ മാത്രം ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇറച്ചി മീറ്റ് നമ്മളിട്ടതൊന്ന് വഴന്ന് വരിക, എണ്ണയ്ക്കകത്ത് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇടാം. അപ്പം തന്നെ ഞാൻ ആ ചിക്കനും കൂടി ഇടുകയാണ്. ചിക്കനും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം അത് കഴിയുമ്പം നമുക്ക് അടുത്തത് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇച്ചിരി സോയ സോസ് ചേർക്കണം. അത് നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, അത് ഉള്ളതിൻ്റെ അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുക്കുക. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടം, സോയയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഇപ്പം 2 ടേബിൾ സ്പൂണ് സോയ സോസ് ആണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഡാർക്ക് സോയ സോസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുള്ളൂ. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കും. അപ്പോൾ അതും നല്ലതല്ല. 2 ടേബിൾ സ്പൂണൊക്കെ ഇനഫാണ് അത്രയും നൂഡിൽസിന്. അപ്പോൾ അതൊന്ന് ഇളക്കി ആ വെജിറ്റബിളും മീറ്റും എല്ലാം സോയ സോസിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി പിടിച്ച് കഴിയുമ്പം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസ് ഇതിനകത്തൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് പിടിക്കുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റോക്ക് ഒഴിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ സ്റ്റോക്ക് ഒഴിച്ച് കുറച്ച് ഒഴിക്കുക. അപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ബാലൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ സ്റ്റോക്ക് ഒന്ന് ഒഴിച്ച് അതെല്ലാം ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ട് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാനൊരു ഇച്ചിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് റെഡിയാക്കി എടുക്കണം. ഞാൻ എടുത്തേക്കുന്ന റൈസ് നൂഡിൽസാണ്. അത് പല രീതിയിൽ അവർ വരുന്നുണ്ട്. റൗണ്ടായിട്ട് പാക്ക് ചെയ്ത് വരുന്നുണ്ട്, സ്ക്വയർ വരുന്നുണ്ട്. നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിലിടുകയാണ്. ഒരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേനും അത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നല്ലപോലെ അത് കവർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലപോലെ കുക്കായി. ഇനി അത് നമുക്കതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്ത് റെഡിയാക്കിക്കൊണ്ട് വരാം. എന്നിട്ട് അത് മുറിക്കുകയും വേണം. കാരണം ഇത് നല്ല നീളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് മുറിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ റൈസ് നൂഡിൽസ് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് മുറിക്കുകയാണ്. അത് മുറിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇളക്കാനുള്ള സൗകര്യത്തിനാണ്. അല്ലെങ്കിൽ അത് വലിയ നീളത്തിൽ കിടക്കും. അപ്പോൾ അത് എല്ലാം ഒന്ന് മിക്സായി വരാനും വേണ്ടി ഇച്ചിരി ഒന്ന് മുറിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിച്ച് റെഡിയാക്കിയിട്ട് നമ്മുടെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വെജിറ്റബിളും മീറ്റും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മുറിച്ചു. അപ്പോൾ ഞാനിനി വീണ്ടും നമ്മുടെ വെജിറ്റബിൾസും അതെല്ലാം കൂടെ വെച്ചു. അപ്പോൾ ആ സ്റ്റോക്ക് അതുകൊണ്ട് നിന്ന് പിടിച്ചതുകൊണ്ട് ഇച്ചിരി സ്റ്റോക്ക് കൂടെ വേണം. ആ ബാക്കി ഉണ്ടായിരുന്ന സ്റ്റോക്ക് കൂടെ ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. അതും കൂടെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ അതേലൊന്ന് ഇത് ചെയ്യാം. നമ്മൾ വേറെ ഇതിനകത്ത് എരിവിന് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണത്തുള്ളൂ. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം അവരവരുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്റ്റോക്ക് കൂടെ ഒഴിക്കുകയാണ്. അത് നമുക്ക് ആ നൂഡിൽസ് ഇതിനകത്തൊന്ന് പിടിച്ച് വരാൻ, നൂഡിൽസ് എല്ലാം അതിൻ്റെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൂടെ ഞാൻ മുമ്പേ പറഞ്ഞില്ല ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. അപ്പം എല്ലാം ടേസ്റ്റ് എല്ലാം നോക്കി എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ആകുമ്പം നമുക്ക് നൂഡിൽസ് അതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഞാൻ നൂഡിൽസ് അതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ നൂഡിൽസ് അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോക്ക് എല്ലാം ഈ നൂഡിൽസെ പിടിച്ച് അതങ്ങ് സോക്ക് ചെയ്തിട്ട് ബാക്കി ഇച്ചിരി ഒരു 25% കൂടെ വേവാനുണ്ട് ആ നൂഡിൽസ്. അതും കൂടെ വേവുന്നിടം വരെ അതിനകത്തൊന്ന് വെക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡിഷ് റെഡിയാവും.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ആ കുറച്ച് വെജിറ്റബിളും ഒക്കെ കിടക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ കുഞ്ഞുങ്ങളെ കഴിക്കുകയും ചെയ്യും. അല്ലാതെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വിഷമമാണ് കഴിക്കാൻ. അപ്പം ഇതാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട് കഴിക്കാം. മീറ്റും നൂഡിൽസ് അതിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ അതൊരു നല്ല വെറൈറ്റി ആയിട്ട് അവർ കഴിച്ചോളും. 4 മണിക്ക് പലഹാരമായിട്ടോ വൈകിട്ടത്തേക്കോ പാർട്ടിക്കോ ഒക്കെ നല്ലൊരു ഫുഡാണിത്. എല്ലാവരും നല്ലതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നിങ്ങളുടെ വെജിറ്റബിളൊക്കെ അവൈലബിൾ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കണ്ടോ അതെല്ലാം നൂഡിൽസ് എല്ലാം അതെല്ലാം സോക്കായിട്ട് നല്ല ഇതായിട്ട് പിടിച്ച് റെഡിയായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഫിലിപ്പീൻസ് പാൻസിറ്റ് ബുഹാൻ. അപ്പം ബുഹാൻ എന്ന് പറഞ്ഞാൽ ബിഹോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലേഷ്യൻ നെയിമാണ്. റൈസ് നൂഡിൽസിൻ്റെ പാൻസിറ്റ് എന്നാണ് ഫിലിപ്പീൻസിൽ അറിയപ്പെടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനത് ഡിഷ് ചെയ്ത് കാണിക്കാം. അപ്പം നോക്കിയാൽ നമ്മുടെ അടിപൊളി യമ്മി ആയിട്ടുള്ള ഫിലിപ്പിനോ പാൻസിറ്റ് റെഡി ആയിട്ടുണ്ട്, റൈസ് നൂഡിൽസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.